വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് റൈസ് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അയ്യോ രാവിലെ ആകുമ്പോൾ ഒരു ഇഡ്ഡലിയോ ദോശയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്നെങ്കിലും കഴിക്കണം എന്ന് പറയുന്നവരും ഉച്ചയ്ക്ക് കുറച്ചെങ്കിലും ചോറ് കഴിച്ചുകൊണ്ട് വെയിറ്റ് റിഡക്ഷൻ ചെയ്യാമോ, അതിൽ പോസിബിൾ ആകുമോ, അങ്ങനൊരു ഡയറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. റൈസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ വെയിറ്റ് റിഡക്ഷന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ജേണി കുറച്ചുകൂടി ഈസിയാണ്, സ്മൂത്താണെന്ന് ഞാൻ പറയും. പെട്ടെന്ന് വെയിറ്റ് റിഡക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ റൈസ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പേഴ്സണലായിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ പറയുവാണ്, റൈസും ഷുഗറും അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ കുറച്ച് ദിവസം ഡയറ്റ് എടുത്ത് നോക്കൂ. പലരും പറയും സിക്കാവും, ആവും, ആവും. ഒന്നും ആവില്ല. നിങ്ങളുടെ ബോഡി ഭയങ്കര ക്ലെൻസ്ഡ് ആവും. എപ്പോഴെങ്കിലും ഷുഗറോ അല്ലെങ്കിൽ റൈസോ കഴിക്കേണ്ട എന്നല്ല പറഞ്ഞത്. ഒക്കേഷണലി നമുക്ക് എല്ലാം എൻജോയ് ചെയ്യാം, എല്ലാം എൻജോയ് ചെയ്യാം. പക്ഷേ ഒക്കേഷണലി മാത്രം, ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കാതിരുന്നാൽ മതി. അപ്പോൾ ഡെയിലി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ളൊരു ദോശ റെസിപ്പിയാണ്. ഇതിൽ 2 കപ്പ് ഓട്സും 1 കപ്പ് ഉഴുന്നുമാണ് ഞാൻ സോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം അത് അരച്ച് ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഫെർമെൻറ്റഡ് ആയിട്ടുള്ള മാവ് കൊണ്ടാണ് ഈ ദോശ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് കുഞ്ഞുങ്ങൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയതുമായിട്ടുള്ള ഒരു ന്യൂട്രിഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. നല്ല ചൂടുള്ള സാമ്പാറിൻ്റെ കൂടെയോ നല്ല ചട്നിയുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്ത് കഴിക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.